വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിവർപൂളിനെ കുറിച്ചാണ്. 2024 കലണ്ടർ ഇയർ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിലവിൽ ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ആരാണ്? അത് ആർനെ സ്ലോട്ടിൻ്റെ ലിവർപൂളാണ്. അപ്പോൾ 2024 അവസാനിക്കാൻ പോവുകയാണെന്ന് പറയുന്ന സമയത്ത് നമ്മളവിടെ സ്ലോട്ടിൻ്റെ ഒരു സ്റ്റാറ്റും കൂടെ പറയേണ്ടതായിട്ടുണ്ട്. സ്ലോട്ട് ഈ ഒരു 2024 ടോട്ടലി 24 മാച്ചാണ് ഫെയ്നോർഡിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 27 മാച്ചാണ് അദ്ദേഹം ലിവർപൂളിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. എക്സാക്റ്റ് നമ്പേഴ്സ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ടോട്ടലി 51 മാച്ചിൽ ടീമിനെ മാനേജ് ചെയ്തതിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് വെറും ഒരു തോൽവി മാത്രമാണ്. അത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം നിലവിൽ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗിൽ, മുമ്പ് ഡച്ച് ലീഗിൽ, രണ്ടും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലീഗുകളാണ്. ഓരോ വിജയം നേടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടഫായിട്ടുള്ള ലീഗുകളാണ്. അവിടെ ഇത്രയും നല്ലൊരു സ്റ്റാറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, സ്ലോട്ട് ഒരിക്കലും നിസ്സാരക്കാരനല്ല. അപ്പോൾ ആർനെ സ്ലോട്ട് ടീമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ടീമായിട്ടുള്ള ഫെയ്നോർഡിനെ നോക്കുവാണെങ്കിലും അവരത്യാവശ്യം ആ ഒരു ജജൻ പ്രസ്സിങ് സ്റ്റൈൽ ഓഫ് പ്ലേ ഫോളോ ചെയ്യുന്ന ടീമായിരുന്നു. അതായത് യൂർഗൻ ക്ലോപ്പിൻ്റെ സമാനമായിട്ടുള്ള ഒരു പ്ലേയിങ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു മാനേജറിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർനെ സ്ലോട്ട്. സോ ആർനെ സ്ലോട്ട് എന്ന് പറയുന്നത് ക്ലോപ്പിനൊരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ആരാധകർക്ക് ഇടയിലൊക്കെ ഒരു വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ക്ലോപ്പിനെ പോലെ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ FSGൻ്റെ അടുത്ത് നിന്ന് പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടാതിരുന്ന സമയത്ത് പോലും സ്ക്വാഡിനെ പ്രോപ്പറായിട്ട് തൻ്റെ വിൽ പവർ കൊണ്ടും തൻ്റെ ടാക്ടിക്സ് കൊണ്ടും തൻ്റെ ബ്രില്യൻസ് കൊണ്ടും ഇൻ്റലിജൻസ് കൊണ്ടും പ്ലെയേഴ്സിന് കൊടുക്കുന്ന മോട്ടിവേഷൻ കൊണ്ടും ടീമിനെ ബിൽഡ് ചെയ്തെടുത്തൊരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യൻ പോവാണ്. സോ അവിടെ വരാൻ വേണ്ടി പോകുന്നൊരു വിടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതായത് ആർനെ സ്ലോട്ടിന് അവിടെ നികത്താനുള്ള വിടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. പക്ഷേ ഈ ഒരു സീസൺ ഏകദേശം പകുതിയിലേക്ക് എത്തുന്ന സമയത്ത് സ്ലോട്ടും ടീമും അവരുടെ പണി ഭയങ്കര ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോപ്പ് പോയതിൻ്റെ സങ്കടം ഫാൻസിന് അത്യാവശ്യം പോയി എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റിനാണ് അവർ കൊണ്ടുവന്നത്. അവർ ഏത് ലെവൽ ഓഫ് പെർഫോമൻസ് ഈ ഒരു സീസണിൽ ക്ലോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് കാണണമെന്ന് വിചാരിച്ചോ, അതേ ലെവൽ ഓഫ് പെർഫോമൻസിനെ നിലവിൽ ആർനെ സ്ലോട്ടിൻ്റെ അണ്ടറിൽ ഈ ഒരു ടീം പുറത്തെടുക്കുന്നുണ്ട്. ആർനെ സ്ലോട്ടിൻ്റെ അണ്ടറിൽ ഈ ഒരു ടീം ഇങ്ങനെ പെർഫോമൻസുകൾ പുറത്തെടുക്കുമ്പോൾ അതിന് നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് ആർക്കാണ്? അതിന് നന്ദി പറയേണ്ടത് യൂർഗൻ ക്ലോപ്പിനാണ്. ക്ലോപ്പ് പടുത്തുയർത്തി വെച്ചൊരു സാമ്രാജ്യമാണത്. ആ സ്ക്വാഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോപ്പ് ക്ലോപ്പ് ഉണ്ടാക്കിയെടുത്തൊരു സ്ക്വാഡാണ്. ക്ലോപ്പ് ഉണ്ടാക്കിയെടുത്ത സ്ക്വാഡിനെ അതിൻ്റെ ഒരു ഫൈനസ്റ്റ് ഫോമിലേക്ക്, അതിനെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ യൂസ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ആർനെ സ്ലോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, FSGനെ പോലെ മാനേജർമാരെ ബാക്ക് ചെയ്യാൻ ഇത്രയും മടിയുള്ള ഒരു ഓണർഷിപ്പ് അവർക്ക് എപ്പോഴും. ജസ്റ്റ് ഇത് ആലോചിച്ച് നോക്കിയാൽ മതി. ലിവർപൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റവന്യൂ ഉള്ളൊരു ക്ലബ്ബാണ്. എന്തുകൊണ്ട് അവരൊരു പ്രോപ്പർ നമ്പർ 6 ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ കുറേ കൂടി ക്വാളിറ്റി ഉള്ളൊരു പ്രോപ്പർ ലെഫ്റ്റ് ബാക്കപ്പിൽ വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഒരു എലീറ്റ് നമ്പർ 9 വേണ്ടി പോകുന്നില്ല? സോ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടരാണ്. ഇത്ര പിഷ്കന്മാരായിട്ടുള്ള ഒരു ഓണേഴ്സ് വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പ്രീമിയർ ലീഗിൽ നമ്മൾ നോക്കണം, ബ്രൈറ്റണൊക്കെ എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നപ്പോൾ പൊട്ടൻഷ്യൽ ടൈറ്റിൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ചെൽസി എത്ര സ്പെൻഡ് ചെയ്യുന്നു, ആഴ്സണൽ എത്ര സ്പെൻഡ് ചെയ്യുന്നു, സിറ്റി എത്ര സ്പെൻഡ് ചെയ്യുന്നു. ഇവരൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ മന്ദം പോവാണ് ലിവർപൂൾ ചെയ്യുന്നത്. അപ്പം അത് ഒരു ഫാക്റ്റാണ്. അവരുടെ അടുത്ത് പൈസ ഉണ്ട്, പൈസക്ക് കുറവൊന്നുമില്ല. കായ്സഡോക്ക് വേണ്ടിയിട്ട് 110 മില്യൺ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെഡി ആയത് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ പൈസയൊക്കെ അവിടെയുണ്ട്. പക്ഷേ എന്താ പറയുക, അവർ റൈറ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ പോയി സൈൻ ചെയ്യുന്നില്ല, മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് പ്രോപ്പറായിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നില്ല. ഇവന്മാർക്ക് ബിസിനസ്സൊക്കെ ഷടപടയെന്നൊക്കെ നടത്താനുള്ള കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ FSG അതിന് മെനക്കെടുന്നില്ല, ഫണ്ട് ഇറക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ FSG ഇനിയെങ്കിലും ഈ ആർനെ സ്ലോട്ടിനെ കൂടെ ബാക്ക് ചെയ്തില്ലെങ്കിൽ പണി നിർത്തി പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അതാണ് FSGനെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം വീഡിയോയിൽ പറയാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം. അപ്പം ഈ FSGനെ പോലെ ഒരു ഓണേഴ്സുള്ള ക്ലബ്ബിൽ സർവൈവ് ചെയ്യുക, റിസൾട്ട് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫാണ്.
അതും അവിടെ ഭയങ്കര ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള ഒരു സ്ക്വാഡ് ഉണ്ടാക്കിയെടുക്കുക. ഇത്രയും ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സിനെ മാനേജ്മെൻറ്റിനോടും കൂടെ ഫൈറ്റ് ചെയ്ത് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞാൽ ടഫാണ്. അതൊക്കെ വൃത്തിക്ക് ചെയ്തൊരു മനുഷ്യനാണ് ക്ലോപ്പ്. അപ്പോൾ ആ ക്ലോപ്പിന് ശേഷം അർനെ സ്ലോട്ട് വരികയാണ്, ക്ലോപ്പിൻ്റെ സ്ക്വാഡിനെ ഏറ്റെടുക്കുകയാണ്, അതിനെ ഫൈനസ്റ്റ് ഫോമിലേക്ക് അദ്ദേഹം അങ്ങോട്ട് യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ നിലവിൽ സ്ക്വാഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ പ്ലെയേഴ്സും എന്താണ്, ക്ലോപ്പിൻ്റെ പിള്ളേരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോൾ സലം മുതൽ ഡാർവിൻ ന്യൂനസും ആലിസൺ ബക്കറും അലക്സാണ്ടർ അർണോൾഡും എല്ലാവരും ക്ലോപ്പിൻ്റെ പിള്ളേരാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ കൂടെയൊക്കെ സ്ലോട്ടിന് ജോബ് ഈസി ആയിട്ടുണ്ട്. കാരണം ഇവരെല്ലാവരും ക്ലോപ്പിൻ്റെ സിസ്റ്റത്തിൽ പക്ക ഇഴകി ചേർന്ന പ്ലെയേഴ്സ് ആയതുകൊണ്ടും ആ ഒരു കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റി, സ്ലോട്ട് ഡിമാൻഡ് ചെയ്യുന്ന മെൻറ്റാലിറ്റി അവർക്കുള്ളത് കൊണ്ടും സ്ലോട്ടിന് സത്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ കൂടി ഈസി ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഈ ഒരു സീസൺ തുടങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഫാൻസിന് ഭയങ്കര ഒരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു നിലവിലിപ്പോൾ ടേബിളിലെ ടോപ്പ് നിൽക്കുന്നതൊക്കെ. കാരണം അറിയാം ചുറ്റും നിന്ന് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ആഴ്സണൽ നല്ലൊരു ടീമാണ്, സിറ്റി നല്ലൊരു ടീമാണ്, ന്യൂക്കാസിലൊക്കെ ഇടങ്ങേറുണ്ടാക്കാൻ പറ്റുന്ന സൈഡുകളാണ്. അതുപോലെ തന്നെ ചെൽസി ഉണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ട്. യുണൈറ്റഡ് ഇപ്പോൾ നല്ലോണം ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിന് ഫസ്റ്റ് സീസണിൽ തന്നെ ആർനെ സ്ലോട്ടിന് ആ ഒരു സക്സസ് കിട്ടുമോ, ആ ഒരു ബൗൺസ് കിട്ടുമോ എന്നുള്ളതൊക്കെ ഭയങ്കര ചോദ്യമായിരുന്നു. അല്ലെങ്കിൽ ഒരു സ്ലോ സ്റ്റാർട്ടൊക്കെ ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ തുടക്കം മുതൽ സ്ലോട്ടും ടീമും പറന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അവരുടെ സ്റ്റാറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് 2024 അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്ജി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അവരാണ്, ഏറ്റവും കൂടുതൽ ഷോട്ട്സ് അടിച്ചിട്ടുള്ളത്, ഷോട്ട്സ് ഓൺ ടാർഗറ്റ് അടിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ആരാണ്? ഇതൊക്കെ ലിവർപൂളാണ്. പ്രീമിയർ ലീഗിൻ്റെ സ്റ്റാറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ഗോൾ ഡിഫറൻസ് ഉള്ളത് +28 ആണ് അവരുടെ ഗോൾ ഡിഫറൻസ്. ദാറ്റ് മീൻസ് അവർ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് ആൻഡ് അവർ കുറച്ച് ഗോളുകളൊക്കെ തന്നെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അവരുടെ ഡിഫൻസും വലിയ കുഴപ്പമില്ലാതെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡിഫൻസിൽ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം സ്റ്റേബിളായിട്ടൊക്കെ അവർക്ക് നിൽക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇപ്പോൾ ഗോൾ ഡിഫറൻസിൽ ഇവർക്ക് +28 ആണ്. സെക്കൻഡ് ഉള്ളത് എനിക്ക് തോന്നുന്നു ആഴ്സണലോ ചെൽസിയോ ആണ്, അവർക്ക് +19 ഉള്ളത്. എനിവേ ഫാർ ബെറ്റർ ആയിട്ട് നിലവിൽ അവർ നിൽക്കുന്നുണ്ട്. പിന്നെ പോയിൻറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 18 മാച്ചിൽ നിന്ന് 45 പോയിൻറ്റ് നിലവിൽ ലിവർപൂൾ നേടിയിട്ടുണ്ട്. സോ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള റണ്ണിലൂടെയാണ് അവർ ഈ ഒരു സീസണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് അത്രയധികം പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നിലവിൽ പുതിയൊരു മാനേജർ അണ്ടറിൽ, അതും ക്ലോപ്പ് പോയൊരു സിറ്റുവേഷനിൽ കിട്ടുന്നു. സോ അവർക്കത് കിട്ടുന്നു, അതിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് അവിടെ ആലിസൺ ഉണ്ട്, കെല്ലഹർ ഉണ്ട്. ഇപ്പോൾ ആലിസൺ ആണെങ്കിലും കെല്ലഹർ ആണെങ്കിലും രണ്ടാളും സൂപ്പറാണെന്ന് നമുക്കറിയാം. എസ്പെഷ്യലി അലിസനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അലിസൺ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ മൂപ്പർ ഡെലിവർ ചെയ്തോളും, അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സേവ്സ് ആണെങ്കിലും എന്താണെങ്കിലും ആൾ തന്നോളും. പക്ഷേ കെല്ലഹറിൻ്റെ കാര്യമായിരിക്കും ചിലവർക്ക് പല സമയത്തും സംശയം ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സീസണിൽ കെല്ലഹർ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. മൂപ്പർ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് അലിസൻ്റെ ആബ്സെൻസിലൊക്കെ പെർഫോം ചെയ്തത് കൊണ്ട് തന്നെ ആൾക്ക് വേറെ ക്ലബ്സിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ന്യൂക്കാസിൽ കെല്ലഹറിനെ സൈൻ ചെയ്യാൻ കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. സോ കെല്ലഹർ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള പെർഫോമൻസുകൾ ഈ ഒരു സീസണിൽ ലിവർപൂളിന് വേണ്ടി ഡെലിവർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. പിന്നെ നമ്മൾ ഡിഫൻസിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ വാൻഡേക്ക് ഉണ്ട്. വാൻഡേക്ക് ഒരു പ്രൈം വാൻഡേക്ക് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പെർഫോമൻസാണ് നടത്തുന്നത്. അടിപൊളി പെർഫോമൻസാണ്. ഡിഫൻസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഒരു വോളിനെ പോലെയാണ് അവിടെ നിൽക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. ആൾ ഒഫൻസീവ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാലും ആൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വാൻഡൈക്കിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അറിയാം ആളുടെ ടെക്നിക്കൽ ക്വാളിറ്റീസ് നമുക്കറിയാം, ആളുടെ പാസിങ് അറിയാം, ആൾ എയറിൽ എത്ര ഡോമിനൻ്റ് ആണെന്ന് അറിയാം, ആൾ പ്ലേയേഴ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിൽ എത്ര സ്ട്രോങ് ആണെന്ന് നമുക്കറിയാം, ആൾ ഫിസിക്കലി എത്ര സൂപ്പറാണെന്നറിയാം. അങ്ങനെ എല്ലാ ക്വാളിറ്റിയും ഒത്തുചേർന്നിട്ടുള്ള ഒരു പക്ക സെൻറ്റർ ബാക്കാണ് വാൻഡൈക്ക്. വാൻഡൈക്ക് തൻ്റെ പ്രൈം ടൈമിൽ എന്ന പോലെയാണ് ഇപ്പോഴത്തെ ഈ 32-ാം വയസ്സിലും 33-ാം വയസ്സിലേക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. ആൾ ഡിഫൻസിൽ നെടുന്തൂറാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ അവിടെ ഇബ്രാഹിം കൊണാട്ടെ ഉണ്ട്. കൊണാട്ടെ ഒരു രക്ഷയില്ല, സൂപ്പർ പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൾ നിലവിൽ ഇഞ്ചുറി ആയിട്ട് ഔട്ടാണ്. ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് ആൾ സൂപ്പറായിരുന്നു. എനിവേ തിരിച്ചു വരും. സോളിഡായിട്ടുള്ള പെർഫോമൻസുകൾ ഇനിയും കൊണാട്ടെ കൊടുക്കും, ഡൗട്ടില്ലാത്ത ഒരു കാര്യമാണത്. പിന്നെ ക്വാൻസെ ഉണ്ട്. ക്വാൻസെ യങ് ആണ്, ലിവർപൂളിൻ്റെ അക്കാഡമി പ്രോഡക്റ്റാണ്, ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ആളും ഗ്രൗണ്ടിലെത്തുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നല്ല രീതിക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കൊണാട്ടേൻ്റെ അബ്സെൻസിൽ അവിടെ കുറേയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ആര്?
നമ്മുടെ ജോയ് ഗോമസും വലിയ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഗോമസിനെ പോലൊരു പ്ലെയർ അവർക്ക് എങ്ങനെയൊക്കെ ആയാലും സ്ക്വാഡിൽ ആവശ്യമാണ്. എവിടെ ഒരു ക്രൈസിസ് വന്നാലും ഗോമസിനെ പിടിച്ച് അവിടെ ഇട്ടിട്ട് ആ ക്രൈസിസ് അങ്ങോട്ട് പരിഹരിക്കാൻ പറ്റും. ലെഫ്റ്റ് ബാക്ക് ഇഞ്ചുറി ആണോ, ആൾ ലെഫ്റ്റ് ബാക്ക് കളിച്ചോളും. റൈറ്റ് ബാക്ക് ഇഞ്ചുറി ആണോ, ആൾ റൈറ്റ് ബാക്ക് കളിച്ചോളും. സെൻറ്റർ ബാക്കിൽ പ്രശ്നമുണ്ടോ, ആൾ സെൻറ്റർ ബാക്ക് കളിച്ചോളും. ഇനി ചാൻസ് ഇല്ലെങ്കിൽ ആൾ വലിയ പരാതിയും പരിഭവമൊന്നുമില്ല, അത് സൈഡിലിരുന്നോളും. സോ ഭയങ്കര ലോയലായിട്ടുള്ളൊരു പ്ലെയർ ആയിട്ടാണ് എനിക്കെപ്പോഴും ഗോമസിനെ തോന്നിയിട്ടുള്ളത്. ലിവർപൂളിൽ ഭയങ്കര അത്യാവശ്യം വേണ്ട ഒരു പ്ലെയറാണത്. ഓക്കെ, അവർ ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുന്ന ഒരു മനുഷ്യൻ. കഴിഞ്ഞൊരു സീസണിലും ഇതേപോലെ ഇഞ്ചുറി ക്രൈസിസ് വരുന്ന സമയത്ത് ആ ഒരു വിങ് ബാക്ക് ഏരിയാസിലൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസാണ് ഗോമസ് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സീസണിലും ഗോമസ് അതേപോലെ ഡെലിവർ ചെയ്യട്ടെ. പിന്നെ നമ്മൾ വിങ് ബാക്കിൻ്റെ സൈഡിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ ബ്രാഡ്ലി ഉണ്ട് ആൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഉണ്ട്. അപ്പോൾ രണ്ടാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബ്രാഡ്ലി ഒരു രക്ഷയില്ല. ആൾ ബിഗ് അറ്റാക്കേഴ്സിനൊക്കെ എതിരെ വരുന്ന സമയത്ത് നിലവിൽ ഭയങ്കര മെച്യൂർഡായിട്ടുള്ള പെർഫോമൻസാണ് പുറത്തെടുക്കുന്നത്. അടിപൊളി പെർഫോമൻസാണ് പുറത്തെടുക്കുന്നത്. റയലിനെതിരേക്കുള്ള ആളുടെ പെർഫോമൻസ് അറിയാലോ, ഒരു രക്ഷയില്ല. സോളിഡ് പെർഫോമൻസുകളാണ്. ആൾക്ക് സീസണിൻ്റെ തുടക്കത്തിൽ കുറച്ച് പാളിച്ചകളുണ്ടായിരുന്നു, പക്ഷേ ബെറ്ററായിട്ട് വരുന്നുണ്ട്. പിന്നെ അവർക്ക് എന്താ പറയുക, അവിടെ അർണോൾഡും കൂടെ ഉള്ളതുകൊണ്ട് റൈറ്റ് ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ ലിവർപൂളിന് വലിയ ടെൻഷനില്ല. അർണോൾഡിൻ്റെ ഒഫൻസീവ് കോൺട്രിബ്യൂഷനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ആൾ ഇന്നലെയും ഒരു കിടിലൻ സാധനം പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റിയിട്ടുണ്ട്. ആൾ ക്രോസ് കൊടുക്കും, സെറ്റ് പീസ് എടുക്കും, അസിസ്റ്റ് കൊടുക്കും, ഗോൾ അടിക്കും, എല്ലാ പണിയെടുത്തോളും. പ്ലസ് ആളുടെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻസ് വല്ലാണ്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആൾ ഡിഫെൻസീവ്ലി നന്നായിട്ട് കമ്മിറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ റൈറ്റ് സൈഡിലൊരു ഓട്ട വീണ പോലെയാണ്. അല്ലെങ്കിൽ റൈറ്റ് സൈഡിലൂടെ പെട്ടെന്ന് ഇപ്പോൾ ഓപ്പണൻസിന് വന്ന് ടേക്ക് ഓൺ ചെയ്ത് അർണോൾഡിന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബ്രാഡ്ലിനെ ഒരു 70 മിനിറ്റിന് ശേഷം ഇറക്കുക, ഡിഫെൻസീവിൽ ഒന്നുകൂടെ സോളിഡിറ്റി കൊടുക്കുക, ഒരു ഫ്രഷ് ലെഗിൻ്റെ ഒരു ആനുകൂല്യം യൂസ് ചെയ്യുക. അപ്പം അതൊക്കെ അവർക്ക് പറ്റുന്നുണ്ട്, ആ രണ്ട് പ്ലേയേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട്. അപ്പം ഓക്കെ, ഇപ്പോൾ അർണോൾഡിൻ്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇനി നമുക്കത് പിന്നീട് സംസാരിക്കാം. അപ്പോൾ അതാണ് അവരുടെ റൈറ്റ് സൈഡിനെ കുറിച്ച് കാര്യമായിട്ട് പറയാനുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ റോബോ ഉണ്ട്. റോബോ കഴിഞ്ഞ സീസണിൻ്റെ ഒരു ലെവലൊന്നും ഉണ്ടെന്ന്, ഐ മീൻ ഒരു പ്രൈം റോബോൻ്റെ ലെവലൊന്നും ഇല്ല. ആളുടെ പെർഫോമൻസ് ഒക്കെ കുറച്ച് ഡിപ്പായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിവേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ റോബോനെ മുന്നേ റീപ്ലേസ് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാം. റോബോനെ അവർ റീപ്ലേസ് ചെയ്യണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ പല സമയത്തും ആൾ സൂപ്പറായിട്ട് ഡെലിവർ ചെയ്യുന്നുണ്ട്. ആളുടെ പെർഫോമൻസ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നേരത്തെ റീപ്ലേസ് ചെയ്യണമായിരുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് റോബോൻ്റെ കാര്യത്തിൽ. പിന്നെ ലെഫ്റ്റിൽ സിമിക്കാസ് ഉണ്ട്. സിമിക്കാസ് ഇതേപോലെ ആ ഒരു ബാക്കപ്പായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അത്യാവശ്യം ഗ്രൗണ്ടിൽ വന്ന് നല്ല പെർഫോമൻസൊക്കെ തരുന്ന ഒരു പ്ലെയറാണ്. എനിവേ ആ ലെഫ്റ്റ് ബാക്ക് സൈഡ് പലപ്പോഴും എനിക്കൊരു കൺസേൺ ആയിട്ട് തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണ്. അവിടെ അവർ ഒരു അഡിയേഷൻ നടത്തണമായിരുന്നു, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, എനിവേ ജൂലിയസ് സോളർ എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്കിനെ അവർ ഉടനെ സൈൻ ചെയ്തു എന്നുള്ള തരത്തിലൊക്കെ നമ്മൾ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അർജൻറ്റൈൻ പ്ലെയറാണ്. ഓക്കെ, സൈൻ ചെയ്യുന്ന തരത്തിലുള്ള ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. നിലവിൽ കേൾക്കുന്നത് എന്താണ്, ആ സൈനിങ്ങിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാലഞ്ച് ചെയ്തു, യുണൈറ്റഡ് ആ റേസിലേക്ക് എൻ്റർ ആയി എന്നൊക്കെ കേൾക്കുന്നത്. അത് സൗത്ത് അമേരിക്കയിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് യൂറോപ്യൻ ജേർണലിസ്റ്റുകളൊന്നും അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോൾ യൂറോപ്പിൽ നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഈ യൂറോപ്യൻ ജേർണലിസ്റ്റുകളുടെ നിന്ന് ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുമായിരുന്നു. ഇത് സൗത്ത് അമേരിക്കയിലൊരു സംഭവം ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ ലിവർപൂളിൻ്റെ കാര്യം ആയതുകൊണ്ട് ഇവന്മാർ ഒറ്റ രാത്രി കൊണ്ട് പോയിട്ട് ചിലപ്പം ഡിസ്കഷനും സൈനിങ്ങും എല്ലാം നടത്തും, ഒഫീഷ്യലി അനൗൺസും ചെയ്യും. ലിവർപൂൾ അങ്ങനെ പെട്ടെന്ന് ഡീൽസ് നടത്തിയിട്ട് ക്ലോസ് ചെയ്തിട്ട് അനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്. സോ അതാണ് പറയാനുള്ളത്. സോ ജൂലിയസ് സോളറിനെ അവർ ഈ ജനുവരി തന്നെ കൊണ്ടുവരുന്നതാണ് വിചാരിക്കുന്നത്. ജൂലിയസ് സോളർ തൻ്റെ ടീമിനോടൊപ്പം അവസാന മത്സരം കളിച്ചു കഴിഞ്ഞു അർജൻറ്റീൻ പ്രീമിയർ ഡിവിഷനിൽ. സോ ആൾ റെഡി ടു മൂവ് ഫോർ പ്രീമിയർ ലീഗ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ലിവർപൂൾ ആയിരിക്കും, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരിക്കും എന്നാണ് തോന്നുന്നത് നിലവിൽ കേൾക്കുന്ന ന്യൂസുകളൊക്കെ പ്രകാരം. അപ്പോൾ അതാണ് അവരുടെ ലെഫ്റ്റ് സൈഡ്. എനിവേ ഡിഫൻസ് വലിയ കുഴപ്പമില്ല. ആൻഡ് മിഡ്ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത മിഡ്ഫീൽഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രാവൻ ബാച്ച് ഈ ടീമിൽ ഒരു നമ്പർ 6 ഇല്ല, പക്ഷേ അതിനൊരു കുറവും അവരവിടെ കാണിക്കുന്നില്ല. ഗ്രാവൻ ബാച്ച് ഉണ്ട്. പിന്നെ 10ാം നമ്പർ ജേഴ്സിയൊക്കെ ഇട്ടിട്ട് അർജൻറ്റീനക്കാരൻ മാക്ക ഉണ്ട്. രണ്ടാളും ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ആ മിഡ്ഫീൽഡിനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്.
അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഗ്രാൻഡ് ബാച്ചാണ് പലപ്പോഴും ഏറ്റവും ഡീപ്പിലുള്ള റോളൊക്കെ ചെയ്യുന്നത്. ആൾ ബോൾ വിൻ ചെയ്യുന്നുണ്ട്, ആളുടേത് വലിയ ലക്സാണ്. ആൾ സൂപ്പറായിട്ട് ടാക്കിൾസ് ചെയ്യുന്നുണ്ട്, ആ ഡിഫെൻസീവ് ട്രാൻസിഷനിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആൾ കളിൻ്റെ പേസൊന്നും അങ്ങനെ കുറക്കുന്നില്ല, ആ കളിൻ്റെ പേസുമായിട്ട് തന്നെ ആൾ മുന്നോട്ട് പോകുന്നുണ്ട്. സൂപ്പറായിട്ട് ബോൾ ഡെലിവർ ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് ഈ ചങ്ങായി പുറത്തെടുക്കുന്നത്. പിന്നെ അവിടെ ഗ്രാവൻബാച്ചിന് തൻ്റെ തനത് പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്കിൻ്റെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ്. മാക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മാക്കലിസ്റ്ററിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ക്യാരി ചെയ്തിട്ട് രണ്ടാളെ ടേക്ക് ഓൺ ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് ഫൈനൽ തേർഡിലേക്ക് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരിക, അത്തരത്തിലുള്ളൊരു പ്ലെയറാണ് ശരിക്കും മാക്കലിസ്റ്റർ എന്ന് പറയുന്നത്. കുറേ കൂടി ഡൈനാമിക് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. മാക്കി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് ലിവർപൂളിന് വേണ്ടി പുറത്തെടുക്കുന്നത്. മിഡ്ഫീൽഡിൽ വല്ലാത്ത പഹയന്മാരാണ് ഇവർക്കുള്ളത്. പിന്നെ പറയുവാണെങ്കിൽ അവിടെ സോബോ ഉണ്ട്. സോബോക്ക് ഈ സീസണിൽ പറയുകയാണെങ്കിൽ മിനിറ്റ്സ് കിട്ടുന്നതൊക്കെ കുറവാണ്. എനിവേ ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നല്ല പെർഫോമൻസാണ് സോബോ തരുന്നത്. ഓക്കെ, സോബോ അടിപൊളിയായിട്ട് ടീമിന് വേണ്ടിയിട്ട് ഗ്രൗണ്ടിലെത്തുന്ന സമയത്തെല്ലാം ഒരു 60 മിനിറ്റിന് ശേഷം 70 മിനിറ്റിന് ശേഷം ആൾ പെർഫോം ചെയ്യുന്നുണ്ട്. ആൾക്ക് ആ ഡീപ്പർ റോൾ കൊടുത്താലും ആൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ആൾ ഫൈനൽ തേർഡിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. ആളുടെ കേപ്പബിലിറ്റി അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ സീസണിലും കണ്ടിട്ടുള്ളതാണ്. സോബോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്ലെയർ നോക്കുവാണെങ്കിൽ കർട്ടിസ് ജോൺസ് ഫോം ഓഫ് ദ ലൈഫിലൂടെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ആ നമ്പർ 10 കുറെ കൂടി അഡ്വാൻസ്ഡ് റോളാണ് അവിടെ കർട്ടിസ് ജോൺസ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് നടത്തുന്നത്. അടിപൊളി പെർഫോമൻസാണ്. എന്താ പറയുക, സെലനായിട്ട് വർക്കൗട്ട് ചെയ്യിക്കുന്ന ഒരു കെമിസ്ട്രി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. നല്ല ഇമ്പാക്റ്റ് ആ ഒരു ഡബിൾ പിവറ്റിൻ്റെ മുകളിൽ കർട്ടിസ് ജോൺസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഹാർവി എലിയോട്ട് ഇഞ്ചുറി മാറി തിരിച്ചെത്തിയിട്ടുണ്ട്. എലിയോട്ടിൻ്റെ ബെസ്റ്റ് കൂടി ടീമിൽ കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിക്കും മിഡ്ഫീൽഡ് ഒരു രക്ഷയുണ്ടാവില്ല. ഇവരെല്ലാവരും ഇതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ട്രോഫി മിക്കവാറും തൂക്കും ലിവർപൂൾ ഈ സീസണിലെ പ്രീമിയർ ലീഗ്. ഇനി നമുക്ക് ആ ഒരു ഫൈനൽ തേർഡിലേക്ക് വരാം. മിഡ്ഫീൽഡിൽ വേറെ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഇവരെക്കുറിച്ച് മാത്രം നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എൻഡോ ഉണ്ട് അവിടെ. എൻഡോ ഇന്നലെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് അവിടെ എൻഡോ കളിക്കുന്നുണ്ട്. അപ്പോൾ എൻഡോ ഉള്ളതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവൻബാച്ചിന് അവർക്ക് കുറച്ചൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. എസ്പെഷ്യലി UCL നൈറ്റ്സിന് മുമ്പൊക്കെ 2-3 ലീഗ് മാച്ചിൽ എൻഡോ കളിക്കുന്ന സമയത്ത് അവിടെ ഗ്രാവൻബാച്ചിന് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടുകയും ആൾക്കാർ UCL മാച്ചിലേക്ക് ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുകയും അങ്ങനെയൊക്കെ പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ അറിയാലോ, എപ്പോഴും ഭയങ്കര കൺജസ്റ്റഡാണ് ഫിക്സ്ചേഴ്സ്. പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതും ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ്. മിഡ്ഫീൽഡിനെ കുറിച്ച് അത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കൂട്ടിച്ചേർക്കാം. പിന്നെ നമ്മൾ അറ്റാക്കിംഗ് തേർഡിലേക്ക് പോകുന്ന സമയത്ത് റൈറ്റിൽ നിന്ന് തുടങ്ങാം. നിലവിലെ വേൾഡ് ബെസ്റ്റ് പ്ലെയർ ആരാണ്? സലയാണ് ഇവരുടെ റൈറ്റ് വിങ് ലീഡ് ചെയ്യുന്നത്. സല ഉണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. ടീമിൽ ബാക്കി ഏതൊക്കെ സൈഡ് എങ്ങനെയൊക്കെ ചത്തു കഴിഞ്ഞാലും സല അവിടെ മരിച്ച് കളിച്ചിട്ട് റിസൾട്ട് ഉണ്ടാക്കും. അതാണ് സലൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ലെഫ്റ്റിലൊന്ന് ഡിപ്പായി കഴിഞ്ഞാലും റൈറ്റിൽ നിന്ന് സല കത്തിക്കയറും. 2-3 മാർക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. സല അമ്മാതിരി ഇമ്പാക്റ്റാണ് നിലവിൽ ഗ്രൗണ്ടിൽ കൊണ്ടുവരുന്നത്. 18 കളിയിൽ നിന്ന് 17 ഗോളും 13 അസിസ്റ്റും. ഏതാ സ്റ്റാറ്റ്? വിശ്വസിക്കാൻ പറ്റുമോ? ഒരു രക്ഷയില്ലാത്ത സ്റ്റാറ്റാണ്. ഒരു കാലത്ത് പലരും 1 സീസൺ വണ്ടർ എന്ന് വിളിച്ചൊരു പ്ലെയറാണ് സല. ഇപ്പം നിലവിൽ ആൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? 8 സീസൺ വണ്ടർ എന്നുള്ള രൂപത്തിലേക്കാണ്. എല്ലാ സീസണിലും ഇതേപോലത്തെ അൺബിലീവബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ ക്ലോപ്പിൻ്റെ വജ്രായുധമായിരുന്നു. നിലവിൽ ആർനെ സ്ലോട്ടിൻ്റെ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴും ആളൊരു ബ്രഹ്മാസ്ത്രമായിട്ട് മാറിയിരിക്കുകയാണ്. വജ്രായുധമല്ല, ബ്രഹ്മാസ്ത്രം. സലയുടെ ഏറ്റവും പീക്ക് ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ് നിലവിൽ പ്രീമിയർ ലീഗിൽ. ആൾ ഗോളടിക്കുന്നു, അസിസ്റ്റ് കൊടുക്കുന്നു. പിന്നെ ആൾ ഭയങ്കര അൺലക്കിയാണ്. കുറേ ഷോട്ടുകൾ ബാറിൽ തട്ടുന്നുണ്ട്, ക്രോസ് ബാറിലടിച്ച് പോകുന്നുണ്ട്. ആൾ ഗ്രൗണ്ടിലിടുന്ന എഫേർട്ട് ഒരു രക്ഷയില്ലാത്ത എഫേർട്ടാട്ടോ. ഓപ്പോസിറ്റ് ഏത് ലെഫ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാലും കാര്യമില്ല, ആൾ സിമ്പിളായിട്ട് ടേക്ക് ഓൺ ചെയ്ത് ബോക്സിലേക്ക് കയറും. ബോക്സിൽ നിന്ന് പിന്നെ കാലായിട്ട് ആ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് സലക്ക് മാത്രമേ അറിയുള്ളൂ. ആ ബോൾ പാസ് പോകുമ്പോഴോ അല്ലെങ്കിൽ പോസ്റ്റിലേക്ക് കയറുമ്പോഴൊക്കെയാണ് ബാക്കിയുള്ളവർ ഇതാണ് അവിടെ സംഭവിച്ചതെന്ന് അറിയുള്ളൂ. അപ്പം അമ്മാതിരി ഒരു പെർഫോമൻസാണ് സല ടീമിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ടീമിൽ നിന്ന് സലൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ തേർഡിൽ അവർ നല്ലോണം കഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതൊരു ഫാക്റ്റാണ്. സലയാണ് ഈ ടീമിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്, സലയാണ് ടീമിൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ്സും നമുക്ക് പറയാം.
ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് യെസ് അവിടെ അവർക്ക് സ്ട്രെങ്ത് ഉണ്ട്. ലൂയിസ് ഡിയാസ് ഉണ്ട്, കോഡി ഗാക്പോ ഉണ്ട്, ഇവന്മാരെല്ലാം ഡെലിവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ലൂയിസ് ഡിയാസിൻ്റെയും കോഡി ഗാക്പോൻ്റെയും കാര്യം പറയുന്ന സമയത്ത് ഡിയാസ് കുറേ കൂടി ഓപ്പോസിറ്റ് ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഗാക്പോ കുറേ കൂടി മറ്റേ എന്താ പറയുക പോക്കറ്റിൽ ആ റൺസൊക്കെ നടത്താൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. രണ്ടാളും ഡിഫറെൻ്റ് ആണ്, രണ്ടാളും ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്, രണ്ടാളും ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ രണ്ടാളും ലിവർപൂളിൽ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള പ്ലേയേഴ്സാണ്. അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അവർ വിങ്ങിൽ തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ പെർഫോമൻസ് ഗോളായിട്ടോ അസിസ്റ്റായിട്ടോ കൺവേർട്ട് ആയില്ലെങ്കിൽ പോലും ഗ്രൗണ്ടിൽ അവർ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ അറ്റാക്കിൽ നോക്കുകയാണെങ്കിൽ ജോട്ട ഉണ്ട്. ജോട്ടയ്ക്ക് ഇടയ്ക്ക് ഇഞ്ചുറി കൺസേൺസ് വരുന്നുണ്ട്. സൂപ്പർ സബ്ബായിട്ട് കളിക്കാൻ പെർഫെക്റ്റ് ഓപ്ഷനാണ് ജോട്ട എന്ന് നമുക്കറിയാം. ജോട്ട സബ്ബായിട്ട് വരുമ്പോൾ ഗോൾ അടിക്കുന്നുണ്ട്. ഇന്നലെ അടിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. യെസ്, ഇന്നലെ ഒന്ന് അടിച്ചിട്ടുണ്ട്, സൈലൻ്റ് അസിസ്റ്റാ തോന്നുന്നു. സോ ജോട്ടനെ പോലത്തെ പ്ലെയർ അവർക്കുണ്ട്. ഡാർവിൻ ന്യൂനസ് ഉണ്ട്. ന്യൂനസ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ ആൾ മറ്റേ തളികയിൽ എന്ന പോലെ കിട്ടിയ ചാൻസുകൾ മിസ് ചെയ്യും, ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത സ്കോർ ചെയ്യും. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് നമ്മൾ പറയുവാണെങ്കിൽ ഡാർവിൻ ന്യൂനസ്. പിന്നെ അവർ ശരിക്കും നമ്മുടെ കിയേഴ്സിനൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. 14 മില്യൺ, ഒരു കാര്യമില്ലാത്ത സൈനിങ് ആയിരുന്നു. എനിവേ കിയേഴ്സ് അവിടെ ബെഞ്ചിലിരിക്കുന്നുണ്ട്. ഫിറ്റ്നസിൻ്റെ ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല, ഇഷ്യൂ ഒക്കെ മാറിയെന്നാണ് ഞാൻ കേട്ടത്. എനിവേ കിയാസ് വന്നിട്ട് 2 ഗോൾ അടിക്കുകയാണെങ്കിൽ പ്ലസ് ആഡഡ് അഡ്വാൻറ്റേജ് ആയി. സോ ലെഫ്റ്റ് സൈഡിൽ അവർക്ക് എങ്ങനെ നോക്കിയാലും സ്ട്രെങ്ത് ഉണ്ട്. റൈറ്റ് സൈഡിൽ അവർക്ക് സാലയുണ്ട്. ഇപ്പോൾ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ആ ടീമിൽ ഒരു എലീറ്റ് നമ്പർ 9 കുറവുണ്ട്. സത്യം പറഞ്ഞാൽ കുറവുണ്ട്. അപ്പോൾ അവിടെ അവർ കുറേ ന്യൂനസിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ഗ്യാക്പോൻ ഇടുന്നുണ്ട്. എനിവേ അവർക്ക് ബാക്കിയുള്ള ഏരിയാസിൽ നിന്നൊക്കെ ഗോൾ വരുന്നത് കൊണ്ട് ഒരു എലീറ്റ് നമ്പർ 9 കുറവ് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ലോങ് ടേമിൽ അതൊരു പ്രശ്നമായിട്ട് മാറും. നെക്സ്റ്റ് സമ്മറിലോ അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ അവർക്കൊരു നമ്പർ 9 ടീമിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. ജനുവരിയിൽ ആഡ് ചെയ്യാൻ ചാൻസ് കുറവാണ്. നെക്സ്റ്റ് സമ്മറിൽ അവരെന്തായാലും ആഡ് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നിലവിൽ സ്ലോട്ട് മെഷീനെ കുറിച്ച് പറയാനുള്ളത്. അതാണ് ടീമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലെയേഴ്സും ടീമിന് വേണ്ടി സ്ലോട്ടിന് വേണ്ടിയിട്ട് 100% അങ്ങോട്ട് ഡെലിവർ ചെയ്തോളും. ഇപ്പോൾ സ്ലോട്ടിനെ പറയുന്നത് ഞാനിങ്ങനെ ടാക്റ്റിക് ബോർഡിൽ നോക്കിയിട്ട് കുറേ ടാക്ടിക്സ് ചിന്തിച്ച് അത് വരച്ച് ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. ഞാൻ പ്ലെയേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരിലേക്ക് എങ്ങനെ കൂടുതൽ എനർജി കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ ചിന്തിക്കും, അത് അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതെന്നൊക്കെ ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ ചങ്ങായി ഒരു വല്ലാത്ത ലീഡറാണെന്നുള്ളതാണ്. ആര്? നമ്മുടെ ആർണെ സ്ലോട്ട് ഒരു സൂപ്പർ ലീഡറാണ്. ആ ഒരു ലീഡറെ തോളിൽ കയറിയിട്ടും കൂടിയാണ് നിലവിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ സ്ലോട്ട് മെഷീൻ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2024 അവസാനിക്കുന്ന സമയത്ത് അവർ ടേബിൾ ടോപ്പിലാണ്. അവർ ഗംഭീരമായിട്ട് എക്സ്റ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഗോൾ അടിക്കുന്നുണ്ട്, ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, സെല കത്തിക്കയറുന്നുണ്ട്, അർണോൾഡ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഗ്രാവൻ ബാച്ച് ഒരു രക്ഷയില്ല. നിലവിൽ കായ്സോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നുള്ള ഒരു ലേബൽ മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഒരു അമേസിങ് സീസണാണ് അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോകുന്നത്. അവർ പിന്നെ എടുത്തു പറയേണ്ടത് അവർ UCL 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ UCL അവർ 1ാം സ്ഥാനത്താണ്. അവർ റയലിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഇനിയും മത്സരങ്ങൾ വരാനുണ്ട്. അപ്പം പ്രീമിയർ ലീഗിലും UCLലും 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ്. അപ്പോൾ എന്താ പറയുക, മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്.